ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗയെ കിരണും രതീഷും വേലുവും കൂടി മറവ് ചെയ്തിരിക്കുകയാണ്. അവനെ ആ കെട്ട് ഒന്ന് അഴിച്ചു പോലും നോക്കാതെ ആ പായയുടെ കെട്ടോട് കൂടി തന്നെയാണ് ആ ഒരു കുഴിയിലേക്ക് അവനെ എടുത്തെറിയുന്നതും എന്നിട്ട് മണ്ണ് മൂടിയിടുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു തെങ്ങും തൈ വെക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ തെങ്ങും തൈയും വെച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് അവര് ആ തൂമ്പയും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും കുളിച്ച് വൃത്തിയായതിനു ശേഷം എന്തായാലും ഇനി അങ്ങോട്ട് പോകാം, അതായത് കാർത്തികയുടെ വീട്ടിലേക്ക്, കാർത്തികയുടെ എന്ന് വെച്ചാൽ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് പോകാം. അവരാരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗംഗപ്രസാദിന്റെ പുറകെയൊക്കെ ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ മതി, ആർക്കും അപകടം വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ കിരൺ അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അതുപോലെ തന്നെ അവർ കുളിച്ച് വൃത്തിയായതിനു ശേഷം ഈ പറയുന്ന വീട്ടിലോട്ട് ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതേ സമയത്താണെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്ത, അതായത് ഇവളിപ്പോൾ പോയിട്ട് കാർത്തികയും ദിലീപും വീട്ടിലേക്ക് എത്തിയോ, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ, വല്ലതും അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ, ഈ ഗംഗപ്രസാദ് എന്തെങ്കിലും അറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വേഗം തന്നെ ലക്ഷ്മി വിളിക്കുകയാണ് തൻ്റെ മകളെ, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ, നിങ്ങൾ അവിടെ എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തി അമ്മേ, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട എന്നിങ്ങനെ കാർത്തിക പറയാണ്. മോളെ, ഇതുവരെയും ഒരു പക്ഷെ അവൻ കല്യാണമാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നാളെ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ, കല്യാണത്തിന്റെ കാര്യമൊക്കെ അവൻ അറിയും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടോ, പുറത്തൊക്കെ പോകുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്മി അമ്മ നമ്മുടെ കാർത്തികയ്ക്ക്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, കാർത്തികയ്ക്ക് ഇപ്പം നല്ല ധൈര്യം വന്നൊരു കൂട്ടത്തിൽ പോലെയാണ് നിൽക്കുന്നത്. എന്തായാലും അവളുടെ മുഖത്ത് നല്ല സന്തോഷവുമുണ്ട്. അതുപോലെ അപ്പോൾ പറയുകയാണ്, അമ്മ പേടിക്കേണ്ട, എന്തായാലും ഞങ്ങളായോ അവനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നതേയില്ല. അവൻ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യട്ടെ ഇനി എന്തായാലും. കാരണം എൻ്റെ കഴുത്തിൽ ഒരു താലി ചാർത്ത ആരെ കൊണ്ട് സമ്മതിക്കില്ല എന്നായിരുന്നല്ലോ അവൻ നടത്തിയ ശപഥം, അതെന്തായാലും നടന്നു. അവൻ ഇതിൽ പരം നാണക്കേട് ഇനി എന്തായാലും വരാനില്ല. അതുകൊണ്ട് തന്നെ ഇനി അവൻ എന്ത് ചെയ്യുന്ന കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ വലിയ ധൈര്യത്തോടു കൂടി തന്നെയാണ് കാർത്തിക ലക്ഷ്മി അമ്മയോട് പറയുന്നത്. അപ്പോഴേക്കും ദിലീപ് അവിടേക്ക് വരികയാണ്. ആരാ കാർത്തു എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയാണ് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദിലീപും പറയുകയാണ്, അമ്മേ ഒരു കാരണവശാലും പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും ഇനി അവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ എന്തായാലും എന്താ ചെയ്യാൻ പറ്റുന്നിടത്തോളം അവൻ ചെയ്യട്ടെ. എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതാണ് അവനൊരിക്കലും ജയിക്കാൻ ഞാൻ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമൊക്കെ കൊടുക്കുകയാണ് രണ്ടുപേരും. അത് കേൾക്കുന്ന ലക്ഷ്മി അമ്മയ്ക്ക് ഒരു ആശ്വാസമാവുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ വേലു വന്ന ഉടനെ തന്നെ അവിടേക്ക് അമൽ വരികയാണ്. അപ്പോൾ അമൽ ചോദിക്കുന്നുണ്ട്, വേലുവേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? കല്യാണ പന്തലിലൊന്നും കണ്ടില്ലല്ലോ, അവിടുത്തെ ചടങ്ങുകൾ, കാർത്തികേച്ചിയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്തൊന്നും നിങ്ങളെ ഒന്നും അവിടെ കണ്ടില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അമൽ. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നിങ്ങനെ മറുപടി പറയുകയാണ്. എന്നോട് മറച്ചു വെക്കേണ്ട, എന്താന്ന് വെച്ചാൽ പറയ്, ആ ഗംഗപ്രസാദിനെ കിട്ടിയോ, അവനിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന് കിട്ടിയൊന്നുമില്ല, പക്ഷെ അവൻ്റെ 2-3 ആൾക്കാർ ഈ ഭാഗത്ത് ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ പുറകെയാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ വേലു അമലു അങ്ങോട്ട് പോയതിന് ശേഷം വേലു രതീഷിനോട് പറയാണ്, എന്നെ കണ്ടപ്പോൾ തന്നെ അമലു അവൻ്റെ വിവരങ്ങളാണ് ചോദിച്ചത്, അവനെ എവിടെയെങ്കിലും കണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. അവനെ കൊന്നു കൊഴിച്ചു മൂടി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അമലു തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മറച്ചു വെച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അതെന്തായാലും നന്നായി. അപ്പം എന്തായാലും ഈ പറയുന്ന കാദംബരിയും നമ്മുടെ രതീഷിനോടും ചോദിക്കുന്നുണ്ട്, രതിയേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, കിരൺ സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ, ഞങ്ങളങ്ങനെ ചുറ്റി നടന്നത് കൊണ്ടാണ് ഇവിടെ ഭംഗിയായിട്ട് കല്യാണവും ചടങ്ങുകളൊക്കെ നടന്നത് എന്നുള്ള കാര്യം രതീഷും നമ്മുടെ കാദംബരിയോട് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ആ വീട്ടിൽ ഉണ്ട്, നമ്മുടെ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ എല്ലാവരും അന്ന് രാത്രി അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്
അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണിയൊക്കെ കിരണിൻ്റെ ഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. കിരൺ ചെറിയൊരു എന്തൊക്കെയോ ഒരു പരിങ്ങലും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഗംഗപ്രസാദ് മരിച്ചതിന് ശേഷം കിരൺ വലിയൊരു കൺഫ്യൂഷനിലാണ്. താൻ അവനെ ഇടിച്ചിട്ടതിന് ശേഷം അവൻ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള ഒരു കൺഫ്യൂഷനോട് കൂടി തന്നെയാണ് കിരൺ അങ്ങനെ ഇരിക്കുന്നത്. അവൻ്റെ ആ ഒരു വെപ്രാളവും അവൻ്റെ ആ ഒരു ആദ്യത്തെ പോലത്തെ ഒരു സന്തോഷവും കാര്യം, കാർത്തികേച്ചിയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഒരു സന്തോഷമൊന്നും കിരണിൻ്റെ മുഖത്ത് കാണാതെ വരുമ്പോൾ കല്യാണി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറ്റി കിരണേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറയും, എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ കല്യാണിയോട് ആ ഒരു സത്യം നമ്മുടെ കിരൺ പറയാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കിടയിൽ ഒരു രഹസ്യവും സൂക്ഷിക്കാത്തിടത്തോളം കാലം അവരിതെന്തായാലും ഈ സത്യം തുറന്ന് പറയും. എന്തായാലും വാർത്ത കേട്ട കല്യാണിക്ക് ഒരുപാട് സന്തോഷമാണ് എന്തായാലും ഒരാളെയും അവൻ എന്തായാലും ഈ ഭൂമിയിൽ ഇല്ല എന്നറിയുന്ന ഒരുപാട് സന്തോഷമാണെന്നൊക്കെ തന്നെയാണ് നമ്മുടെ കല്യാണി കിരणे അറിയിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ എന്തായാലും വേലുവിൻ്റെയും അതുപോലെ അമലുവിൻ്റെയും കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ. അവൻ ഇനി ഈ ഭൂമിയിൽ പോയതിനു ശേഷം നമുക്ക് സമാധാനം. ഇനിയിപ്പോൾ അവരുടെ കല്യാണക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ ഉറപ്പായിട്ടും എടുക്കണം. എന്തായാലും അവരുടെ ആ കാട്ടിനുള്ളിൽ പോയിട്ട് അവരുടെ ആചാരപ്രകാരം ചെറിയൊരു ചടങ്ങ് പോലെ അവരെ കഴുത്തിൽ വേലു അമലുവിന്റെ കഴുത്തിൽ താലി കെട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. വേലുവിന്റെ അമ്മയെ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായി തന്നെ നല്ല ഗംഭീരമായി, ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ, ഗംഭീരമായി തന്നെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നടത്താം എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയു കാർത്തികയുടെ വിവാഹം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ. എന്തായാലും സരയും ശാരിയും ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല. അവരോടൊരു പക്ഷേ ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നില്ല. കാരണം അധികം ആരെയും ക്ഷണിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരെയും ക്ഷണിച്ചില്ല. പിന്നെ നമ്മുടെ ഈ പറയുന്ന ചന്ദ്രസേനായാലും രൂപയായാലും അതിൽ ചടങ്ങുകളിൽ പങ്കെടുത്തില്ല. ഇനിയിപ്പോൾ അവർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ശാരിക്കൊക്കെ സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരും ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിലും ഇനി എന്തായാലും നമുക്ക് സമാധാനത്തോടു കൂടി കഴിയാം എന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ട്. അതേ സമയത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനോഹറിന്റെ പരോള് കഴിയുകയാണ്. അവൻ ജയിലിലോട്ട് തിരികെ പോകാൻ നിൽക്കുന്ന സമയത്ത് കിരണിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ ആദ്യം ഫോൺ എടുക്കില്ല. അവന്റെ ഫോൺ കാണുമ്പോൾ അപ്പോൾ മെസ്സേജ് അയക്കാണ്, സാറ് ഞാൻ തിരികെ ജയിലിലോട്ട് പോവാണ്, എനിക്ക് എന്തായാലും നാളെ ഞാൻ പോകും, സാറിന് എനിക്കൊന്ന് കാണാൻ അത്യാവശ്യമാണ്, എനിക്കൊരു കാര്യം സംസാരിക്കാനാണ് എന്ന് പറയുന്ന പ്രകാരം അങ്ങനെ കിരൺ അവനെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ നീ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടേണ്ട, നിന്റെ കുഞ്ഞിനെ കാണണമെന്ന് നീ എന്നോട് ആവശ്യപ്പെടേണ്ട, അതിന്റെ പേരിൽ ഞങ്ങൾക്കുണ്ടായ പോലെ അപ്പോൾ ചെറുതൊന്നുമല്ല എന്നൊക്കെ സരയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മനോഹർ. അപ്പൊ പറയാണ്, ഇല്ല കിരൺ സാറെ, ഞാൻ ഇനി ഒരിക്കലും കിരൺ സാറിനെ ബുദ്ധിമുട്ടിക്കില്ല, കിരൺ സാറിനൊക്കെ ഇനി സമാധാനമായിട്ട് ജീവിക്കാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ഗംഗപ്രസാദ് ഇനി ഇല്ലല്ലോ ഈ ലോകത്ത് എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ സാറേ അവൻ എൻ്റെ കൈകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന കാര്യം അപ്പോഴാണ് നമ്മുടെ മനോഹർ കിരണിനോട് പറയുന്നതും കിരൺ ഞെട്ടിപ്പോകുന്നതും. എന്തായാലും എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് സാറാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനും സാറിനും ഒക്കെ ഭീഷണിയായിട്ടുള്ള അവൻ മരണപ്പെടണമെന്ന് എൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു. ഇനി എന്തായാലും എനിക്ക് സമാധാനത്തോടു കൂടി ജയിലിൽ കഴിയാം, നിങ്ങളെ ഒന്നും ആരും ഉപദ്രവിക്കാൻ വരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സമാധാനത്തോടു കൂടി തന്നെയാണ് ജയിലിലോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോഹർ അവിടെ നിന്നും കിരണോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് ജയിലിലോട്ട് പോകുന്നുണ്ട്. എന്തായാലും കിരണിന് ഒരുപാട് വിഷമാവാണ് മനോഹറിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും തന്നെ തനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.